സെന്റ് സെബാസ്റ്റ്യൻ ഉന്നത വിജയത്തിലേക്ക്. മാർച്ച് 2024 SSLC പരീക്ഷയിൽ 163 കുട്ടികൾ പരീക്ഷ എഴുതി. 100% വിജയം ലഭിച്ചു. 30 കുട്ടികൾക്ക് A+ ലഭിച്ചു. +2 പരീക്ഷ എഴുതിയ 117 കുട്ടികളിൽ 113 പേർ 97% വിജയത്തോടെ പാസ്സായി. 24 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. ഈ വർഷം USS സ്കോളർഷിപ്പിന് അവന്തിക ഷിജു, ഭാഗ്യജിത്ത് മനോജ് എന്നിവർ അർഹരായി. കൂടാതെ ഇവർ രണ്ടുപേരും ഗിഫ്റ്റഡ് ആണ് എന്നത് കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നു. അറിവിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ജൂൺ 3 നവാഗതരായ കുട്ടികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം നടത്തി. ലോക്കൽ മാനേജർ സിസ്റ്റർ ആൽഫി ഒഴുകയിൽ അധ്യക്ഷത വഹിച്ച മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീമതി സൗമ്യ ഫ്രാൻസിസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലി, PTA പ്രസിഡന്റ് ശ്രീ ജോയ് കാക്കനാട് എന്നിവർ സംബന്ധിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ അനന്തു പ്രകാശ് മീറ്റിംഗിലെ മുഖ്യ അതിഥിയായിരുന്നു. തദവസരത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്കും USS സ്കോളർഷിപ്പ് ജേതാക്കൾക്കും സ്വീകരണം നൽകി. ജൂലൈ 24 +1 കുട്ടികൾക്ക് ക്ലാസ് ആരംഭിച്ചു. അന്നേ ദിവസം +2 പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു. ജൂൺ 27, ജൂലൈ 5 തീയതികളിലായി HSS വിഭാഗങ്ങളുടെ ജനറൽ PTA സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ അജയ് കുമാർ KS, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി സെൽമ ഫിലിപ്പ് തുടങ്ങിയവർ രക്ഷിതാക്കൾക്ക് ക്ലാസുകൾ നൽകി. PTA പ്രസിഡന്റ് ശ്രീ ചാക്കോ ജെ മുട്ടത്തുകുടി, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രിയ ജോസ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജോമി മാനുവൽ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി ജോജോ, കമ്മിറ്റി അംഗങ്ങൾ ശ്രീ CM പ്രസാദ്, ശ്രീമതി അനു അനീഷ്, ശ്രീ അജയ് കുമാർ SR, ശ്രീമതി നീതു ഷിനു, ശ്രീ റെജി KK, ശ്രീമതി ശൈല അഭിലാഷ്, ശ്രീ സെൻ കോശി എബ്രഹാം, ശ്രീമതി ഷിജിന EM, ശ്രീ സന്തോഷ് TK, ശ്രീമതി രാജി സന്തോഷ്, ശ്രീ റഷീദ് PM, ശ്രീമതി രജനി EA. സ്കൂൾ പാർലമെന്റ്. ഓഗസ്റ്റ് 16 തീയതി നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ: ചെയർപേഴ്സൺ അഖിൽ റിജു, വൈസ് ചെയർപേഴ്സൺ ആദിത്യ സലീഷ്, സെക്രട്ടറി ആദി സുരേഷ് ആൻഡ് ജോയിന്റ് സെക്രട്ടറി സോയ ആർ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ വൃക്ഷത്തൈ നടി, വൃക്ഷത്തൈ വിതരണം, ക്വിസ് കോമ്പറ്റീഷൻ, ശുചീകരണം, പോസ്റ്റർ നിർമ്മാണം, പ്രദർശനം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടികൾ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. വായനാ ദിന സന്ദേശം, വായനാ ഗാനം, പുസ്തക ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ, വായനാ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയവയുടെ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കാനും അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനും കുട്ടികൾക്ക് സാധിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നിധി ഷിജു മറ്റു കുട്ടികൾക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നൽകുകയും ആരോഗ്യ പരിപാലനത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്തു. സംഗീതത്തിന് മനുഷ്യജീവിതത്തിനുള്ള പ്രാധാന്യം ഉൾക്കൊണ്ട് ജൂൺ 21 ഈ മേഖലയിൽ സംഭാവന നൽകിയ പ്രതിഭകളെ സ്മരിച്ച് മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മ്യൂസിക് ഡേ ആചരിച്ചു. ആർട്സ് ഡേ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അസിസ്റ്റന്റ് വികാർ റവറൽ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ നിർവഹിച്ചു. അന്നേ ദിവസം തന്നെ സ്കൂൾ തല കലാ മത്സരങ്ങളും ധോനി 2024 എന്ന പേരിൽ നടത്തപ്പെട്ടു. സ്പോർട്സ് ഡേ. ഈ വർഷത്തെ ആനുവൽ സ്പോർട്സ് മീറ്റ് 8ാം തീയതി വിപുലമായ രീതിയിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്ലി പതാക ഉയർത്തി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നിർമ്മൽ മരിയ ഉദ്ഘാടനം ചെയ്തു. 4 ഹൗസുകളിലായി നടന്ന വാശിയേറിയ മത്സരത്തിൽ 142 പോയിന്റോടെ ബ്ലൂ ഹൗസ് ഒന്നാമതും 129 പോയിന്റോടെ യെല്ലോ ഹൗസ് രണ്ടാമതും എത്തി. സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജോസ്ലി പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ശ്രീ ചാക്കോ ജെ മുട്ടത്തുകുടി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് അകമ്പടിയോടെ നടത്തിയ വർണ്ണശബളമായ ആഘോഷ പരിപാടിയിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജയാസി, NSS വോളണ്ടിയേഴ്സ് എന്നിവരും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഭാരതാംബയുടെയും വേഷമണിഞ്ഞ കുട്ടികളും പങ്കെടുത്തു. വിവിധതരം മത്സരങ്ങളും സംഘടിപ്പിച്ചു. 2024 ഓഗസ്റ്റ് 1 കരിയർ ദിനമായി ആചരിച്ചു. കരിയർ അസംബ്ലി നടത്തുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സയൻസിലുള്ള സാധ്യതകളെ കുറിച്ച് +2 സയൻസ് വിദ്യാർത്ഥി അന്നാദിയ ചാക്കോ, സൈന നിഷാദ് എന്നിവരും +2 കൊമേഴ്സ് വിദ്യാർത്ഥി പ്രമിത സുരേഷും ക്ലാസ് എടുത്തു. ശിശുദിനം. കുട്ടികളുടെ സ്നേഹത്തിനായി ചാച്ചാജിയുടെ ജന്മദിനം നവംബർ 14 സമുചിതമായി ആചരിച്ചു.
5ാം ക്ലാസ്സിലെ കുട്ടികൾ റാലിയായി അടുത്തുള്ള സെന്റ് ആന്റണീസ് LP സ്കൂളിലേക്ക് പോകുകയും സന്ദേശം നൽകുകയും മധുരം പങ്കുവെക്കുകയും ചെയ്തു. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സമ്മാനം കൊടുത്ത ആശംസകൾ നേർന്നു. ലഹരി വിരുദ്ധ വാരാചരണം. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോതമംഗലം MSW വിദ്യാർത്ഥികൾ വേണ്ട പ്രൊജക്ടിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന തെരുവ് നാടകം സ്കൂളിൽ അവതരിപ്പിച്ചു. കർഷക ദിനം. ഓഗസ്റ്റ് 17 കർഷക ദിനത്തിൽ മികച്ച കർഷകയായ സിസ്റ്റർ മേരി മുളങ്ങനാനിയെ അധ്യാപകരും കുട്ടികളും ചേർന്ന് സന്ദർശിച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഒരു കർഷകൻ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും ഒരു കാർഷിക സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കണമെന്നുമുള്ള സന്ദേശം തദവസരത്തിൽ നൽകി. ഈ വർഷത്തെ മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് ആവോലി പഞ്ചായത്തിൽ നിന്നും നമ്മുടെ സ്കൂളിലെ മുഹമ്മദ് ആസാദിന് ലഭിച്ചു. അഭിനന്ദനങ്ങൾ. ഡോക്ടേഴ്സ് ഡേ. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ സമുചിതമായി ആചരിച്ചു. ഒരു ഡോക്ടർ സമൂഹത്തിൽ നൽകുന്ന സേവനം വിലപ്പെട്ട എന്ന സന്ദേശം കുട്ടികളിൽ എത്തിച്ചു. ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ പ്രതിനിധികൾ അധ്യാപകരോടൊപ്പം ഗ്രേസ് ഹോമിയോ ഹോസ്പിറ്റൽ സന്ദർശിച്ച് ഡോക്ടറിനെ ആദരിച്ചു. സൗഹൃദ ദിനം. നവംബർ 20 സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ലൈഫ് സ്കിൽ റിലേറ്റഡ് സ്കിറ്റ് അവതരിപ്പിച്ചു. ലോക ഭിന്നശേഷി ദിനം. ഡിസംബർ 3 ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഞാനും നിങ്ങളുമല്ല നമ്മൾ എന്ന ആശയം ഉൾക്കൊണ്ട് പോസ്റ്റർ രചനാ മത്സരം നടത്തി. DRC തലത്തിൽ അക്ഷയ് ഷിജു 2ാം സ്ഥാനത്തിന് അർഹത നേടി. ഭിന്നശേഷി കുട്ടികളോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റിക് ക്യാൻവാസിൽ കുട്ടികൾ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തി. സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം വർണ്ണാഭമായ ക്രിസ്മസ് ആഘോഷം തുടങ്ങി. പുൽക്കോട്ടിലേക്ക് ഈശോ മിശിഹായുടെ തിരുസ്വരൂപം റാലിയിലൂടെ എഴുന്നള്ളിച്ച് ആഘോഷങ്ങൾ ആരംഭിച്ചു. സ്കൂൾ ടീച്ചേഴ്സ് പ്രസിഡന്റ് ചാക്കോ സാർ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ അലൻ ജെയിംസ് ദിൽ, ആൻഡ്രോ ജെയിംസ് ദിൽ എന്നിവരുടെ കുടുംബാംഗങ്ങളും ഈ ആഘോഷ ദിനത്തിന്റെ വിശിഷ്ട അതിഥികളായിരുന്നു. വിവിധ മത്സരങ്ങൾക്ക് വിജയികളായവർക്ക് സമ്മാന വിതരണവും നടന്നു. ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഏറെ ആകർഷകമായി. ഈ വർഷത്തെ മെറിറ്റ് ഡേ ജനുവരി 8-ാം തീയതി ആഘോഷിച്ചു. പ്രശസ്ത പിന്നണി ഗായകനും മ്യൂസിക് ഡയറക്ടറും ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ റഷീദ് മുഹമ്മദ് മുഖ്യ അതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ റെവറൻ മദർ മുരളി തെങ്ങുംപള്ളി, എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ അനിക് കൊച്ചുപുരയ്ക്കൽ, PTA പ്രസിഡന്റ് എന്നിവർ വേദി അലങ്കരിച്ച മീറ്റിംഗിൽ വിവിധ തലങ്ങളിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. ശ്രീ റഷീദിന്റെ പാട്ട് വേദിയെ ആവേശം കൊള്ളിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രൊഫസർ ഡോക്ടർ ജിജി കെ ജോസഫിന്റെ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികൾക്ക് നൽകി. ജൂൺ 16 ആന്റി റാബീസ് ഡേയോട് അനുബന്ധിച്ച് ആനിക്കാട് ഹെൽത്ത് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് KK ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികൾക്ക് നൽകി. ജൂൺ 27 അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ അജയ് കുമാർ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ശ്രീമതി സൽമ ഫിലിപ്പ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസുകൾ നൽകി. കൗമാരപ്രായത്തിൽ കുട്ടികൾക്കുണ്ടാവുന്ന സ്വഭാവ മാറ്റങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവാന്മാരാക്കി. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള കുട്ടികൾക്കായി നൽകിയ ഒരു മികച്ച ക്ലാസ് ആയിരുന്നു സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഡോക്ടർ സിസ്റ്റർ മെറീന മുണ്ടാടൻ നടത്തിയ മെന്റൽ ഹെൽത്ത് സെമിനാർ. ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് ശ്രീമതി രമ്യ PG പെൺകുട്ടികൾക്കായി ക്ലാസ് നൽകി. +1 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് കരിയർ കൗൺസിലറായ ശ്രീ ജെയിംസ് സെബാസ്റ്റ്യൻ സാർ നൽകി. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഹയർ സെക്കൻഡറി എക്സ്പോ 2024 നവംബർ 8-9 തീയതികളിൽ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സെമിനാറുകളും തൊഴിൽ നൈപുണ്യ ഷോർട്ട് ടൈം കോഴ്സുകളും വിദേശ പഠനത്തെക്കുറിച്ചെല്ലാം തന്നെയും വിദഗ്ധരുടെ സെമിനാറുകളും 30 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്റ്റാളുകളെല്ലാം തന്നെയും ഈ എക്സ്പോയുടെ പ്രത്യേകതകളായിരുന്നു. ഈ എക്സ്പോയിൽ +1 +2 ക്ലാസ്സിലെ കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളെയും അധ്യാപകരെയും ഉന്നത പഠന മേഖലയിൽ കൂടുതൽ ശക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കരിയർ FM എന്ന പ്രോഗ്രാം ആഴ്ചയിൽ 2 ദിവസം HSS-ൽ പ്രക്ഷേപണം ചെയ്തു. ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ഒരു സെമിനാർ നിർമ്മല കോളേജ് പ്രൊഫസർ ഡോക്ടർ ബോണി സാമുവൽ ആൻഡ് ടീമിന്റെ നേതൃത്വത്തിൽ നടത്തി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വളരെ ഫലപ്രദമായ രീതിയിലായിരുന്നു ക്ലാസുകൾ. കല്ലൂർക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ ചെയ്തു വരുന്ന സ്ട്രീം പ്രൊജക്റ്റിൽ നമ്മുടെ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 കുട്ടികൾ പങ്കാളികളായി. അവർ അജിൻ K. അനീഷ്, നാസിം നിസ,
നിസാർ, ജസ്മിൻ ജോർജ്, അലൻ മാത്യു ബിനോയ്, മുഹമ്മദ് റെയ്ഹാൻ എന്നിവരാണ്. ബിയാസിയിൽ നടന്ന ലൈവ് സെമിനാറിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 കുട്ടികൾ സംബന്ധിച്ചു. അവർ ആൻ മരിയ അലക്സാണ്ടർ, ആൻ മരിയ വിസ്റ്റർ, അഭിനവ് AS, പാർവതി S, സൂരജ് സുരേഷ് എന്നിവരാണ്. വനമഹോത്സവത്തിനോടനുബന്ധിച്ച് എറണാകുളം ജില്ല സംഘടിപ്പിച്ച പോസ്റ്റർ രചനാ മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും അനിഹ രാഹുൽ 2ാം സ്ഥാനത്തിന് അർഹയായി. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റൈൻ സ്കൂളിൽ വെച്ച് നടന്ന YMCA ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷനിൽ 2-3 സ്ഥാനങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ടീമിന് ലഭിച്ചു. 2ാം സ്ഥാനം അഖിൽ റുജു ആൻഡ് ആൽബിൻ സജോ, 3ാം സ്ഥാനം അവന്തിക ഷിജു ആൻഡ് മുഹമ്മദ് അജ്മൽ KR എന്നിവർക്കാണ്. ജനുവരി 3-ാം തീയതി നിർമ്മല കോളേജിൽ വെച്ച് നടന്ന കോസ്മോസ് എക്സിബിഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ധാരാളം കുട്ടികൾ പങ്കെടുത്തു. 10 കുട്ടികൾക്ക് VSSC ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം ലഭിച്ചു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ: വിദ്യാരംഗം കലാസാഹിത്യവേദി, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, ഹെൽത്ത് ക്ലബ്, നേച്ചർ ക്ലബ്, ആന്റി നാർക്കോട്ടിക് ക്ലബ്, മാത്തമാറ്റിക്സ് ക്ലബ്, IT ക്ലബ്, എനർജി ക്ലബ്, കരിയർ ഗൈഡൻസ് സെൽ, ഫ്രണ്ട്സ് ക്ലബ് തുടങ്ങി നിരവധി ക്ലബ്ബുകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അസിസ്റ്റന്റ് വികാരിയും പ്രശസ്ത കലാകാരനുമായ റെവറന്റ് ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാല് നിർവഹിച്ചു. ഒക്ടോബർ 8, 9, 10 തീയതികളിൽ നാഗപ്പുഴ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ എല്ലാ വിഭാഗങ്ങളിലും തന്നെ ഓവറോൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. UP വിഭാഗത്തിൽ വർക്ക് എക്സ്പീരിയൻസ് സയൻസ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ വർക്ക് എക്സ്പീരിയൻസ് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വർക്ക് എക്സ്പീരിയൻസ് സയൻസ്, മാത്തമാറ്റിക്സ്, IT എന്നിവയിലെല്ലാം ഓവറോൾ നേടിക്കൊണ്ട് 1040 പോയിന്റോടെ നമ്മുടെ സ്കൂളിന് ബഹുദൂരം മുന്നിലെത്താൻ സാധിച്ചു. ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത A ഗ്രേഡിന് അർഹരായ പ്രതിഭകളുടെ വിവരങ്ങൾ: ആദിത്യ സലീഷ് മാത്സ് നമ്പർ ചാർട്ട്, ഫിസ ഫാത്തിമ ആൻഡ് ഹന്ന ഷിഹാബ് മാത്സ് ഗ്രൂപ്പ് പ്രൊജക്ട്, സാന്ദ്ര വിനോദ് മാത്സ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ, ശിവാനി സന്തോഷ് വർക്ക് എക്സ്പീരിയൻസ് വെജിറ്റബിൾ പ്രിന്റിംഗ്, ഫെബിൻ സ്വാലി പാറ്റേൺ യൂസിംഗ് ത്രെഡ്, ഹദ റഫീഖ് സ്ട്രോബോർഡ്, സിയാന ബെന്നി പ്രൊഡക്റ്റ് യൂസിംഗ് സ്ട്രോബോർഡ്, ആർദ്ര അനിൽ ഫാബ്രിക് പെയിന്റിംഗ് യൂസിംഗ് വെജിറ്റബിൾ. ഒക്ടോബർ 28, 29, 30 തീയതികളിലായി കല്ലൂർക്കാട് സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂൾ UP വിഭാഗത്തിൽ ഓവറോൾ, HS വിഭാഗത്തിൽ സെക്കൻഡ് ഓവറോൾ, HSS വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് എന്നിങ്ങനെ ട്രോഫികൾ കരസ്ഥമാക്കി. റവന്യൂ ജില്ലയിൽ ആഞ്ചലോസ് ബിജു മലയാളം പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനത്തിന് അർഹനായി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കി. കല്ലൂർ ഐറ്റ് മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കായിക മത്സരത്തിൽ കിഡീസ് ബോയ്സ് വിഭാഗത്തിൽ ഓവറോളും സ്കൂളിന് ഫസ്റ്റ് റണ്ണറപ്പുമാണ് ലഭിച്ചത്. ഇതിൽ 5 കുട്ടികൾ വ്യക്തിഗത ചാമ്പ്യന്മാരായി. അവർ ഗൗതം ശ്രീജിത്ത്, അപർണ MS, അഭിഷേക് ജയൻ, മുഹമ്മദ് ഫരീദ് KU, അലം ബൈജു എന്നിവരാണ്. എറണാകുളം ഡിസ്ട്രിക്ട് തഗ്ഗോഫർ അസോസിയേഷൻ നടത്തിയ വടംവലി മത്സരത്തിൽ അണ്ടർ 17 വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ടീം വിന്നറായി. അണ്ടർ 15 വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് നേടി. ആലുവയിൽ വെച്ച് നടന്ന സംസ്ഥാനതല മത്സരത്തിലും അണ്ടർ 17 വിഭാഗം പങ്കെടുത്തു. അഭിഷേക് ജയൻ, അർജുൻ മധു, അലൻ ടോജി, റയാൻ ആഷിഖ്, അൻഫാൽ നിസാർ, റിഷാമലി, അമിൽഷാ അനസ്, ജിയോ ജോമോൻ, കെവിൻ K റോയ് എന്നിവരാണ്. കോതമംഗലത്ത് വെച്ച് നടന്ന റവന്യൂ ജില്ലാ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത യോഗ്യരായി. കേരള സ്കൂൾ കായികമേള കുട്ടികളുടെ ആദ്യ അത്ലറ്റിക്സിൽ പങ്കെടുത്ത് സ്കൂളിന്റെ അഭിമാനമായി മാറി. ഗൗതം ശ്രീജിത്ത്, മുഹമ്മദ് ഫരീദ് KU, മുഹമ്മദ് ഫായിസ്, അലൻ സാജു, ജിസ് ജിബി, അഭിഷേക് ജയൻ എന്നിവർക്കും ഇവരെ പരിശീലിപ്പിച്ച ജോർജ് ജോസഫ് സാറിന് അഭിനന്ദനങ്ങൾ. ജീവിതാനുഭവങ്ങളെ വിശ്വാസവെളിച്ചത്തിൽ കാണുവാനും തന്നെ ലോകനന്മയ്ക്ക് സമർപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ വേദപാഠം സന്മാർഗപാഠം ക്ലാസുകൾ കുട്ടികൾക്ക് നൽകി വരുന്നു. ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന, മറ്റു വെള്ളിയാഴ്ചകളിൽ KCSന്റെ നേതൃത്വത്തിൽ ജപമാല, കർണക്കൊന്ത, ജപമാല സമർപ്പണം തുടങ്ങിയ നടന്നു വരുന്നു. സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ പിന്തുണയേകുന്ന കുട്ടികളുടെ ഒരു പ്രയർ ഗ്രൂപ്പുമുണ്ട്. ജൂലൈ 18-ാം തീയതി SB സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കുട്ടികൾക്കായി ഏകദിന ധ്യാനവും മറ്റു കുട്ടികൾക്കായി സെമിനാറും നടത്തി. കുട്ടികൾക്ക് മാനസികവും ആത്മീയവുമായ ഉണർവിനും അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി സ്കൂളിൽ കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സിസ്റ്റർ ട്രീസ അഗസ്റ്റിൻ അതിന് നേതൃത്വം നൽകി വരുന്നു. സാധുജന സേവനത്തിന്റെ ഭാഗമായി മടക്കാൻ സ്നേഹവീട്ടിലേക്ക് കുട്ടികൾ ഒത്തുവർക്കം നൽകി. ഓണത്തോടനുബന്ധിച്ച് ഹൈസ്കൂളിലെ കുട്ടികൾ ഓണക്കിറ്റുകൾ ഭവനങ്ങളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ദിവ്യരക്ഷാലയത്തിനും കൈമാറി. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ച് കൈമാറുകയും ചെയ്തു. രോഗികളായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് നമ്മുടെ കുട്ടികൾ മിക്കപ്പോഴും സന്നദ്ധരാകുന്നു.
പിറന്നാൾ ദിനങ്ങളിൽ സ്കൂളിലേക്ക് നോട്ട്ബുക്കുകൾ സമ്മാനിച്ച് ആവശ്യക്കാരായ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ബുക്ക് ബാങ്ക് സിസ്റ്റവും ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ ടൈമിലെ പരീക്ഷയ്ക്കും A+ അല്ലെങ്കിൽ A ഗ്രേഡ് നേടിയ കുട്ടികൾക്ക് പ്രത്യേക മെഡൽ നൽകി അനുമോദിക്കുന്നു. ഇവർക്കുള്ള സൗജന്യ വിനോദയാത്രയും നടത്തുന്നു. വാലുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ 4 വർഷങ്ങളിലായി ഈ സ്കൂൾ SSLC സെൻട്രലൈസ്ഡ് വാലുവേഷൻ ക്യാമ്പായി പ്രവർത്തിക്കുന്നു. 150ഓളം അധ്യാപകർ ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ മൂല്യനിർണ്ണയത്തിനായി ഇവിടെ എത്തിയിരുന്നു. NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ സ്കൂളിനകത്തും പുറത്തും നടത്തിവരുന്നു. നിരവധി പുതുമയാർന്ന പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായ പദ്ധതികളും വഴി സ്കൂളിനെയും നാടിനെയും ഉണർത്താൻ ഇവർ പ്രതിജ്ഞാബദ്ധരാണ്. നവംബർ 30 തൊടുപുഴ ബ്ലഡ് സെന്ററുമായി ചേർന്ന് രക്തദിന സവഹാസ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വർഷത്തെ സപ്തദിന സവഹാസ്യ ക്യാമ്പ് ഡിസംബർ 20 മുതൽ 26 വരെ പെരളിമറ്റം സെന്റ് ആൻഡ്രൂസ് LP സ്കൂളിൽ വെച്ച് നടത്തി. 2024 നവംബർ 14 നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ കുറിച്ച് കുട്ടികൾ സഭയിൽ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെൽബി ജോസ് പ്രസ്തുത പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. 2024 നവംബർ 1 ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പഞ്ചായത്ത് തലത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളിൽ സ്വയം പര്യാപ്തതയും സാമൂഹ്യബോധവും മൂല്യബോധവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന വഴിയായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹൈസ്കൂളിൽ ഈ വർഷം 21 കുട്ടികൾ രാജ്യപുരസ്കാർ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നു. ഹയർ സെക്കൻഡറിയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് CM ഷീൽഡ് പ്രൊജക്ടിലും സജീവമാണ്. കഴിഞ്ഞ വർഷം മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച CM ഷീൽഡ് പ്രൊജക്ട് അവാർഡ് നമ്മുടെ സ്കൂളിലെ യൂണിറ്റിന് ലഭിച്ചു എന്നതും ഏറെ അഭിമാനകരമാണ്. ലിറ്റിൽ കൈറ്റ്സ് ഇന്ത്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ IT ശൃംഖലയാണ് ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾ. വിവിധ സാങ്കേതിക വിദ്യയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്ത് ഈ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ IT മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഈ വർഷം സ്കൂളിൽ ഒരു പുതിയ ബാച്ച് കൂടി അനുവദിക്കുകയും 80 കുട്ടികളോളം അംഗത്വം നേടുകയും ചെയ്തു. JRC മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ എപ്പോഴും സജീവമാണ്. ഈ വർഷം 21 കുട്ടികളാണ് C-ലെവൽ എക്സാം പാസ്സായത്. JRCയുടെ കീഴിൽ ജീൻ ഹെൻറി ഡ്യൂനറ്റ് ക്വിസ് കോമ്പറ്റീഷനിൽ നക്ഷത്ര S നായർ, ഫാസില നിസാർ എന്നിവരുടെ ടീമിന് 1ാം സ്ഥാനം ലഭിച്ചു. വയനാട് ദുരന്ത നിവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി JRC കുട്ടികൾ ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ചു നൽകി. തിരുസഭയോട് ചേർന്ന് യേശുവിലേക്ക് വളരുക, ലോകത്തിന് നന്മയാവുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KCSL സംഘടന. ഈ വർഷത്തെ KCSL സംഘടനയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ജൂലൈ 5 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റവറന്റ് ഫാദർ ജോസഫ് കുയിലാച്ചന്റെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളിൽ KCSL മുൻതൂക്കം വഹിച്ചു വരുന്നു. രൂപത സാഹിത്യോത്സവത്തിൽ അന്ന തെരേസ സജി, അന്ന മരിയ ജോമോൻ എന്നിവരുടെ ടീമിന് KCSL സ്കോളർഷിപ്പിന് 1ാം സ്ഥാനവും ക്യൂസിന് 2ാം സ്ഥാനവും ലഭിച്ചു. സംസ്ഥാന തലത്തിൽ സാഹിത്യ മത്സരത്തിൽ അന്ന തെരേസ സജിക്ക് കവിതാ രചനയിൽ 1ാം സ്ഥാനം ലഭിച്ചു. മാഗസിന് ആൻഡ്രോസ് ബിജുവിനും ടീമിനും 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. HSSൽ അഖിൽ രുജു, ജോഷ്യ കുര്യാക്കോസ് എന്നിവർ KCSL ക്വിസിനും KCSL സ്കോളർഷിപ്പിനും 3ാം സ്ഥാനവും ഉപന്യാസത്തിന് സാന്ദ്ര വിനോദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. രൂപതാതല സാഹിത്യോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡും നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കി. HS വിഭാഗം കുട്ടികൾ ഓവറോൾ കിരീടം നേടി. സംസ്ഥാനതല സാഹിത്യോത്സവത്തിൽ കുമാരി അന്ന തെരേസ സജി 2ാം സ്ഥാനം കവിതാ രചനയിൽ കരസ്ഥമാക്കി. നേതൃത്വം നൽകിയ സിസ്റ്റർ മാഗി, സിസ്റ്റർ ഫെസ്മി എന്നിവർക്ക് അഭിനന്ദനങ്ങൾ.